ഹലോ, ഞാൻ മധുഭാസ്കരൻ. സെൻ കഥകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെൻ കഥയിൽ എന്നെ വളരെ സ്വാധീനിച്ച ഒരു കഥ ഞാൻ പറയാം. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു, എന്താണ് സെൻ എന്ന്. ഗുരുവിൻ്റെ ഉത്തരം, ആനയും കൊതുകും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് സെൻ എന്നാണ്. ഒരു ചോദ്യത്തിന് എന്ത് ഉത്തരമാണിത് എന്ന് ഞാൻ അതിശയിച്ചു നിൽക്കുക. അതിൻ്റെ കാരണം എനിക്ക് കുറേ ദിവസങ്ങളായി പിടികിട്ടിയില്ല. ഒരുപാട് ആലോചിച്ചിട്ടും എന്താണ് സെൻ എന്ന ചോദ്യത്തിന് ആനയും കൊതുകും തമ്മിലുള്ള ലൈംഗിക ബന്ധമാണെന്ന് ചുരുക്കി പറയുന്ന ഗുരു എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാതെ ഒരുപാട് ആലോചിച്ചപ്പോൾ പിടികിട്ടിയ മനോഹരമായ ഒരു കാരണം ഇതാണ്. ആനയും കൊതുകും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടാക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടി ഡിസിപ്ലിനോടുകൂടി അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്നതാണ് ഗുരു പറഞ്ഞത്. ആനയും കൊതുകും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടാക്കുമ്പോൾ എത്ര ഡിസിപ്ലിൻ വേണമോ അത്തരം ഡിസിപ്ലിനായി ജീവിക്കുന്നതിനെയാണ് സെൻ എന്നാണ് ഗുരു ഉദ്ദേശിച്ചത്. അതിൻ്റെ അർത്ഥം, ഇതിലെല്ലാം ഡിസിപ്ലിൻ ഇല്ലാതാകുന്നുവോ അപ്പോൾ ജീവിതം അർത്ഥശൂന്യമായി പോകും എന്നതാണ്. പൊതുവെ നോക്കിക്കോളൂ, ജീവിതത്തിൽ രക്ഷപ്പെടാത്ത ആളുകളെല്ലാം അവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ, അച്ചടക്കം നടപ്പാക്കാത്തവരാണ്. ജീവിതത്തിൽ വിജയിച്ചവർക്കെല്ലാം കൃത്യമായ അച്ചടക്കം ഉണ്ടായിരുന്നു എന്നാണ്. മനുഷ്യന്മാർക്ക് എപ്പോഴും ടെൻഷനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ജീവിതത്തിൽ സമാധാനമില്ല, ഏത് നേരം നോക്കിയാലും സ്ട്രെസ്ഫുള്ളാണെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, 4 കാര്യങ്ങളിൽ അച്ചടക്കമില്ലാത്തവർക്കാണ് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാവുക എന്നതാണ്. ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റിയോ അല്ലെങ്കിൽ കൃത്യമായ ഡിസിപ്ലിനോ ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. 1, സമയത്തിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, അതിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആകാതെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ഉദാഹരണം, എനിക്ക് 9:30 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞു, എനിക്ക് 9:30 മണിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായി എനിക്കത് ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവിക സമയത്തിൽ ഡിസിപ്ലിൻ ഇല്ലായ്മ എൻ്റെ സ്വസ്ഥതകൾ കളയും എന്നതാണ്. രണ്ടാമത്തെ കാര്യം നോക്കിക്കോളൂ, പണത്തിൽ പൊതുവേ നമ്മുടെ ആളുകൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നതാണ്. എങ്ങനെ പണം ചിലവാക്കുന്നു, പണത്തിന് എങ്ങനെയാണ് ഒരു കണക്ക്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വരവ് ചെലവ് കണക്ക് അക്കൗണ്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കാറുണ്ടോ എന്ന്. ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേരും പറയുന്ന ഉത്തരം അങ്ങനെ എഴുതി വയ്ക്കാറില്ല എന്നതാണ്. എഴുതി വയ്ക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ ചിലവാകുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുക? കപ്പൽ മുങ്ങുന്നത് ഇടിച്ചിട്ടല്ല, ഓട്ട വീണിട്ടാണ്. ഓട്ട എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് ഓട്ട അടയ്ക്കാൻ കഴിയുക? അപ്പോൾ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ സ്വാഭാവികമായി നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും എന്നതാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയോട് ചോദിച്ചു ഒരാളെ എങ്ങനെ മനസ്സിലാക്കാമെന്ന്. 3 കാര്യങ്ങൾ അദ്ദേഹം മനോഹരമായി പറയുന്നുണ്ട്. 1, ഒരു നീണ്ട യാത്ര ചെയ്യുക. നീണ്ട യാത്ര ചെയ്താൽ സ്വാഭാവികമായി മനുഷ്യൻ തുറന്ന് സംസാരിക്കും. അതാണ് അതിൻ്റെ മനഃശാസ്ത്രം. നാം 10 കൊല്ലം ഒന്നിച്ച് പണിയെടുത്താൽ പറയാത്ത കാര്യങ്ങൾ 10 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയും. അതുകൊണ്ടാണ് നീണ്ട യാത്ര ചെയ്യുക എന്ന് പറഞ്ഞത്. 2, ഒരു രാത്രി ഒന്നിച്ച് താമസിക്കുക. എന്തിനാണ് രാത്രി ഒന്നിച്ച് താമസിക്കാൻ പറഞ്ഞത്? സകല ആളുകളുടെയും കയ്യിലിരിപ്പ് പുറത്തു വരുന്നത് രാത്രിയാണ്. അതുകൊണ്ടാണ് മദ്യപാനി മദ്യം മേടിക്കട്ടെ എന്ന് പറയും. അതുകൊണ്ടാണ് രാത്രി ഒന്നിച്ച് താമസിക്കുക എന്ന് പറഞ്ഞത്. 3ാമത് പറയുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഒരു സാമ്പത്തിക ഇടപാട് നടത്തുക എന്ന് അദ്ദേഹം പറയുകയാണ്. സാമ്പത്തിക ഇടപാടിൽ അവൻ ശരിയല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ ശരിയായിരിക്കില്ല എന്ന തിരിച്ചറിവ്. അതിൻ്റെ അർത്ഥം, നേരത്തെ പറഞ്ഞ സമയവും ഇപ്പോൾ പറഞ്ഞ സാമ്പത്തികവും ന്യൂമറിക്കലാണ്. ന്യൂമറിക്കലായ ഒന്നിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾ ന്യൂമറിക്കൽ അല്ലാത്ത കാര്യങ്ങളിൽ ഒരിക്കലും ഡിസിപ്ലിൻ ആവാൻ സാധ്യതയില്ല എന്നതാണ്. ഈ 2 കാര്യങ്ങളിലും ആളുകൾക്ക് അച്ചടക്കമുണ്ടോ എന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം ബന്ധങ്ങളിൽ എപ്പോഴെങ്കിലും അപാകത സംഭവിക്കുമ്പോഴെല്ലാം നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ബന്ധങ്ങളിൽ അച്ചടക്കം പാലിക്കുന്നുണ്ടോ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിൽ കൃത്യനിഷ്ഠതയും കാര്യങ്ങളും പാലിക്കുന്നുണ്ടോ എന്നതാണ്. 4ാമത്തെ കാര്യം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അച്ചടക്കം വിട്ടുപോകുന്ന കാര്യം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും. ഞാനൊരു സുഹൃത്തിനോട് ചോദിക്കും, നിങ്ങളുടെ വാഹനം ഏതാണ്? അപ്പോൾ അദ്ദേഹം എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ മദ്യപിച്ചാണ് വന്നിരുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ വാഹനം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാഹനം
പാഷൻ എന്ന് പറയുന്ന ബൈക്കാണെന്ന് പറയും. അത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിച്ചത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60,000 രൂപയ്ക്ക് വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 60,000 രൂപയ്ക്ക് വാങ്ങിച്ച ഈ പാഷൻ ബൈക്ക് പെട്രോളാണോ ഡീസലാണോ? പെട്രോളാണ്. നിങ്ങൾ എന്തെങ്കിലും അതിൽ ഡീസൽ ഒഴിക്കാറുണ്ടോ? ഇല്ല. മണ്ണെണ്ണ ഒഴിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ലെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ മണ്ണെണ്ണ ഒഴിക്കാത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തെ ഉത്തരം, എൻജിൻ കേടാകും. അതായത് പെട്രോൾ ബൈക്കിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ എൻജിൻ കേടാകും അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മദ്യപിക്കുമ്പോൾ നിങ്ങളുടെ എൻജിൻ കേടാവില്ലേ? അതിന് ഉത്തരമില്ല അദ്ദേഹത്തിന്. അപ്പം 60,000 രൂപയുടെ വണ്ടിക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും സ്വന്തം ആരോഗ്യത്തിന് കൊടുക്കാത്ത ആളുകളാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ ആരോഗ്യത്തിൽ അച്ചടക്കമില്ല, ബന്ധങ്ങളിൽ അച്ചടക്കമില്ലായ്മ, സാമ്പത്തികത്തിൽ അച്ചടക്കമില്ലായ്മ, സമയത്തിൽ അച്ചടക്കമില്ലായ്മ, ഇങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ അച്ചടക്കമില്ലായ്മ നമ്മുടെ ജീവിതത്തിനെ തകർത്ത് കളയും എന്നതാണ് ജീവിതത്തിൽ തിരിച്ചറിയേണ്ട കാര്യം. അതുകൊണ്ട് ജീവിതത്തിലെ ഉയർന്നു പോവാൻ, ജീവിതത്തിൽ വിജയിക്കാൻ താല്പര്യമുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അച്ചടക്കമുള്ളവരും അക്കൗണ്ടബിലിറ്റി ഉള്ളവരുമായിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ, ഇതിൽ കൃത്യമായ ഒരു അച്ചടക്കം നമുക്ക് പാലിക്കാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ വമ്പിച്ച ഉയർച്ച നമുക്ക് നേടാൻ കഴിയും എന്നതാണ് സത്യം. താങ്ക് യു വെരി മച്ച്.